ഹായ്. വിജയദശമി ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുളിച്ച് അമ്പലത്തിലെല്ലാം പോയി വന്നിട്ടുണ്ടേ. രാവിലെ തന്നെ നല്ല ഇടിയും മഴയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പെട്ടെന്ന് അമ്പലത്തിലും പോയി വന്നേ. പിന്നെ ഗ്രന്ഥം വെച്ച ബുക്കൊക്കെ എടുത്തത് കൊണ്ട് തന്നെ മീനുക്കുട്ടി നല്ല പഠിത്തത്തിലാണ് കേട്ടോ. 2 ദിവസം ബുക്ക് തൊടാത്തതുകൊണ്ട് തന്നെ പിന്നെ ബുക്ക് കാണുമ്പോൾ നമുക്ക് വായിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള വായനയാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ. നന്ദുവിനാണെങ്കിൽ എന്തൊക്കെയോ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അമ്പലത്തിൽ പോലും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉപ്മാവോ മറ്റോ ഉണ്ടാക്കാനേ. ഉപ്മാവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ആണല്ലേ. നമ്മൾ അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം മുറിച്ചെടുക്കുമ്പോഴേക്കന്നെ സമയം ഒരുപാടാവുമല്ലോ അല്ലേ. അങ്ങനെ ഞാനിന്ന് സേമിയ വെച്ചിട്ടുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സേമിയ വെച്ചിട്ടുള്ള ഉപ്മാവ് എനിക്ക് അത്ര വലിയ ഒരു ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാനതൊട്ട് ഉണ്ടാക്കലും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഒരു നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, അത്രേ ഉള്ളൂ. എന്നാലും വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിലക്കടലെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പ്രോട്ടീനെല്ലാം ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഉള്ള പോലെ അങ്ങനെ ഉള്ളിയൊന്നും ഒരുപാട് അങ്ങനെ വഴണ്ടി വരുമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കടലയും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഉള്ളിയൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ഒന്നും ഒരുപാട് അങ്ങനെ വഴറ്റുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് പച്ചപ്പറങ്കി, ഇഞ്ചി, ബീൻസ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മിച്ചത്. ഞാൻ ശരിക്കും ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് എപ്പോഴും കറിവേപ്പില ചേർത്ത് കൊടുക്കല്ലേ. പക്ഷേ ഇന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. ആ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കലാണ്. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കെറ്റിലിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സേമിയ എടുത്ത് അതേ ഗ്ലാസ്സിന് അളന്നിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളം എടുക്കുമ്പോൾ ഗ്ലാസ്സല്ല എൻ്റെ കൈമന്ന് താഴെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂണാണെങ്കിൽ എനിക്കൊന്ന് മുങ്ങിക്കുളിക്കണം എന്ന് പറഞ്ഞ് സ്പൂണും വെള്ളത്തിൽ പോയേ. പിന്നെ ഞാൻ എന്തെല്ലോ പറഞ്ഞ് സോപ്പിട്ട് ആളെ പെട്ടെന്ന് തന്നെ കരക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് കളർ വന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കുകയാണേ വേണ്ടത്. തിളപ്പിക്കാൻ അടച്ചെല്ലാം വെച്ചതിന് ശേഷം കേട്ടോ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും തോന്നിയത്. അങ്ങനെ വേഗം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ദിവസം ലീവ് കിട്ടിയോണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ പോകാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ. നാളെ ഇനി വെള്ളിയാഴ്ച അല്ലേ. ഇനിയിപ്പോൾ ആ ഒരു ദിവസം കൂടി ലീവ് കിട്ടിയിരുന്നെങ്കിൽ തിങ്കളാഴ്ച പോയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ കുട്ടികൾക്ക്. അങ്ങനെ വെള്ളം തളിച്ചപ്പോൾ ഞാൻ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണേ. അങ്ങനെ 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റും മണമെല്ലാം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഉപ്മാവെല്ലാം വിളമ്പിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ വൈകിയോണ്ട് തന്നെ ഒരുപാട് സെറ്റാവാനൊന്നും നിന്നില്ല കേട്ടോ. ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരാളും ഓരോന്ന് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. സുനിയേട്ടനാണെങ്കിൽ ബീട്രൂട്ട് അച്ചാർ എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പഴം പുഴുങ്ങിയതുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.